ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ രണ്ട് വേർഡ്സാണ് നമ്മളവിടെ പറഞ്ഞത്, ബിറ്റ്വീൻ ആൻഡ് എമങ്. ബിറ്റ്വീൻ, എമങ്. എങ്ങനെയാണ് ഈ വേർഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഈ രണ്ട് വാക്കുകൾ നമ്മൾ പറയുന്നത് ഇടയിൽ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും നമ്മൾ ഇതിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് വ്യത്യസ്തമായ രീതിയിൽ ഈ രണ്ട് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇവ തമ്മിലുള്ള സാമ്യത എന്താണ്, വ്യത്യസ്തത എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പായി പതിവായി പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ബിറ്റ്വീൻ ആൻഡ് എമങ്. ഇവ തമ്മിലുള്ള സാമ്യത എന്ന് പറയുന്നത്, ഇവ തമ്മിലുള്ള അർത്ഥത്തിലുള്ള സാമ്യത തന്നെയാണ് പ്രധാനപ്പെട്ട സാമ്യത. ഇടയിൽ എന്നുള്ള അർത്ഥം വരുന്നിടത്താണ് നമ്മൾ ബിറ്റ്വീൻ അതുപോലെ തന്നെ എമങ് ഉപയോഗിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ ഇടയിൽ 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 എന്ന് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ? അവർക്കിടയിൽ, നമുക്കിടയിൽ, മരങ്ങൾക്കിടയിൽ, വീടുകൾക്കിടയിൽ, രണ്ടാളുകൾക്കിടയിൽ, രാജുവിനും രാധയ്ക്കുമിടയിൽ, ഫാത്തിമയ്ക്കും സലീമിനുമിടയിൽ, എനിക്കും അവൾക്കുമിടയിൽ, നമുക്ക് രണ്ടുപേർക്കുമിടയിൽ അല്ലേ? ഒരുപാട് ആളുകൾക്കിടയിൽ, ഈ സമൂഹത്തിനിടയിൽ, ഇങ്ങനെ നമ്മൾ എന്നു വേണ്ട ഇടയിൽ എന്ന് വെച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മലയാളത്തിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബിറ്റ്വീനും എമങ്ങും എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? രണ്ടിൻ്റെയും അർത്ഥം ഇടയിൽ എന്ന് തന്നെയാണ്. പക്ഷേ ഇവ എങ്ങനെയാണ് വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ബിറ്റ്വീൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഇടയിൽ എന്നുള്ള അർത്ഥമാണ് കിട്ടുന്നത്. പക്ഷേ നമ്മളിത് ഉപയോഗിക്കുന്നത് രണ്ട് പെർട്ടിക്കുലർ വ്യക്തികൾ, രണ്ട് വസ്തുക്കൾ, ഇങ്ങനെ രണ്ടെണ്ണം മാത്രമാണെങ്കിൽ അവിടെയാണ് നമ്മൾ കൂടുതലായി നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്. രണ്ടാളുകൾക്കിടയിൽ, രണ്ട് വസ്തുക്കൾക്കിടയിൽ അല്ലെ, രണ്ട് കാറുകൾക്കിടയിൽ, രണ്ട് പേര് പറഞ്ഞിട്ട് അവർക്കിടയിൽ, ഇങ്ങനെ രണ്ടാളുകൾ, രണ്ട് വസ്തുക്കൾ, ഇങ്ങനെ രണ്ടാളുകളാണെങ്കിൽ, രണ്ട് വസ്തുക്കളാണെങ്കിൽ അവർക്കിടയിൽ, അവയ്ക്കിടയിൽ എന്നൊക്കെ പറയാനാണ് നമ്മൾ അധികം ബിറ്റ്വീന് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ചില എക്സാമ്പിളുകൾ ഇവിടെ നോക്കാം. I am standing between Raju and Rais. I am standing between Raju and Rais. ഞാൻ രാജുവിൻ്റെയും റയീസിൻ്റെയും ഇടയിലാണ് നിൽക്കുന്നത്. അവിടെ ബിറ്റ്വീൻ എന്നാണ് നമ്മൾ ഉപയോഗിച്ചത്. കാരണം അവിടെ രണ്ട് പേരെയാണ് നമ്മൾ പറഞ്ഞത്, രണ്ട് ആളുകളെയാണ് നമ്മൾ പറഞ്ഞത്. ഐ ആം സ്റ്റാൻഡിങ് ബിറ്റ്വീൻ അല്ലേ? ഐ ആം സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദം, ഞാൻ അവർക്കിടയിലാണ് എന്നല്ല നമ്മൾ പറഞ്ഞത്. നമ്മൾ സ്റ്റാൻഡിങ് ബിറ്റ്വീൻ രാജു ആൻഡ് റയീസ്, രണ്ട് പേരുടെ ഇടയിലാണ് എന്നാണ് പറഞ്ഞത് അല്ലേ? ഐ ആം സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ടു വാൾസ്. ഐ ആം സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ടു വാൾസ്, രണ്ട് ചുമരുകൾക്ക് ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ രണ്ട് ചുമരുകൾക്കിടയിലാണ് നിൽക്കുന്നത് അല്ലേ? ടു വാൾസ് എന്നാണ് പറഞ്ഞത്. അവിടെയും നമ്മൾ ബിറ്റ്വീനാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, ഷർട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് പോയെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ പല കളറുകളുള്ള ഷർട്ടുകൾ നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് രണ്ട് ഷർട്ടുകൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു അല്ലേ? ഒരു റെഡ് കളറുള്ള ഷർട്ട് എന്ന് വിചാരിക്കുക, ഒരു ബ്ലൂ കളറുള്ള ഷർട്ട്. അപ്പോൾ ഇത് കണ്ട സമയത്ത് നമുക്ക് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല ഇതിൽ ഏത് കളറ് സെലക്ട് ചെയ്യണം എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ പറയുകയാണ്, എന്താണ്, അവിടെ രണ്ട് ഷർട്ടുകളെ പറ്റിയാണ് പറഞ്ഞത്, ഒരു റെഡും ഒരു ബ്ലൂവും. I can't decide between red and blue shirts. I can't decide between red and blue shirt. ഈ റെഡ് കളറ് അതുപോലെ ബ്ലൂ കളറുള്ള ഈ രണ്ട് ഷർട്ടുകൾക്കിടയിൽ ഏതാണ് എടുക്കേണ്ടത് എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല. I can't decide between the red and blue color shirt. ഈ റെഡ് കളറും ബ്ലൂ കളറുമുള്ള ഷർട്ടുകൾക്കിടയിൽ ഏതാണ് എടുക്കേണ്ടത് എന്ന് എനിക്ക് ഇതുവരെ തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ബിറ്റ്വീൻ എന്ന് പറയുന്നു. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരാൾ പറയാണ് ഒരു സീക്രട്ട്. ഇപ്പോൾ ഞാൻ ഒരാളോട്, എൻ്റെ ഫ്രണ്ടിനോട് ഒരു സീക്രട്ട് പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും തമ്മിലാണ് ഈ സീക്രട്ട് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ രണ്ടുപേരാണ് അല്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയാണ്, ജസ്റ്റ് കീപ് ദിസ് സീക്രട്ട് ബിറ്റ്വീൻ അസ്. ജസ്റ്റ് കീപ് ദിസ് സീക്രട്ട് ബിറ്റ്വീൻ അസ്. ഈ രഹസ്യം നമ്മൾക്കിടയിൽ തന്നെ സൂക്ഷിക്കുക, മൂന്നാമതൊരാൾ അറിയരുത് എന്നാണ് പറഞ്ഞത്. ജസ്റ്റ് കീപ് ദിസ് സീക്രട്ട്
ബിറ്റ്വീൻ അസ്. ബിറ്റ്വീൻ അസ് എന്നാ പറഞ്ഞത്. അവിടെ രണ്ട് പേരാണുള്ളത്. നേരെ മറിച്ച് അവിടെ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ അവിടെ ബിറ്റ്വീൻ എന്നുള്ള വേർഡല്ല ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാനും നീയും ആയതുകൊണ്ട് തന്നെ ബിറ്റ്വീൻ അസ് എന്നാണ് ഉപയോഗിച്ചത്. ജസ്റ്റ് കീപ് ദിസ് സീക്രട്ട് ബിറ്റ്വീൻ അസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എമംഗ് എന്നുള്ള ആ വേർഡിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെയും അർത്ഥം എന്ന് പറയുന്നത് ഇടയിൽ എന്ന് തന്നെയാണ് ഇതിൻ്റെയും അർത്ഥം. ഓക്കെ, പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണ്? കുറേ ആളുകൾക്കിടയിൽ, കുറേ വസ്തുക്കൾക്കിടയിൽ, കുറേ ഒബ്ജക്റ്റുകൾക്കിടയിൽ ഇങ്ങനെ ഒരുപാടുണ്ടെങ്കിൽ അവയ്ക്കിടയിൽ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എമംഗ് എന്ന് ഉപയോഗിക്കുന്നത്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഐ കാൻറ്റ് ഡിസൈഡ് ബിറ്റ്വീൻ ദ റെഡ് ആൻഡ് ബ്ലൂ ഷർട്ട്. എനിക്ക് ഈ ചുവന്ന അതുപോലെ തന്നെ നീല കളറുകളുള്ള ഈ ഷർട്ടുകളിൽ ഏതാണ് എടുക്കേണ്ടതെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. നേരെ മറിച്ച് നമ്മളവിടെ റെഡും ബ്ലൂവും പറയുന്നില്ല. ഒരുപാട് ഷർട്ടുകളുണ്ട്, അതിനിടയിൽ നിന്നും ഏതാണ് എടുക്കേണ്ടതെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ ബിറ്റ്വീൻ അല്ല പറയുന്നത്, എമംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. ഐ കാൻറ്റ് ഡിസൈഡ് എമംഗ് ദീസ് ഷർട്ട്സ്. ഐ കാൻറ്റ് ഡിസൈഡ് എമംഗ് ദീസ് ഷർട്ട്സ്. ഈ ഷർട്ടുകൾക്കിടയിൽ ഏതാണ് എടുക്കേണ്ടതെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണ് ഐ കോൾഡ് വൺ എമംഗ് ദം. ഐ കോൾഡ് വൺ എമംഗ് ദം. ഐ ടുക്ക് വൺ എമംഗ് ദം. ഐ സെലക്റ്റഡ് വൺ എമംഗ് ദം. ഒരുപാട് ആളുകളുണ്ട്, അതിൽ നിന്ന് ഞാൻ ഒരാളെ സെലക്ട് ചെയ്തു. ഒരുപാട് ആളുകളുണ്ട്, അതിൽ നിന്നും ഞാൻ ഒരാളെ വിളിച്ചു. ഐ കോൾഡ് വൺ എമംഗ് ദം. ഞാൻ അതിൽപ്പെട്ട ഒരാളെ വിളിച്ചു. ബിറ്റ്വീൻ ദം എന്നല്ല പറഞ്ഞത്, അവിടെ എമംഗ് എന്നാണ്. അവിടെ ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, അപ്പോൾ അതിൽപ്പെട്ട ഒരാളെ ഞാൻ സെലക്ട് ചെയ്തു, ഒരാളെ ഞാൻ വിളിച്ചു എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ബിറ്റ്വീന് പകരം നമ്മൾ എമംഗ് ആണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു ന്യൂസ് ആളുകൾക്കിടയിൽ സ്പ്രെഡായി എന്ന് പറയാണ്. ആ സമയത്ത് നമ്മൾ എമംഗ് ആണ് ഉപയോഗിക്കുന്നത്. ദ ന്യൂസ് സ്പ്രെഡ് എമംഗ് ദ വില്ലേജസ്. ന്യൂസ് ഗ്രാമവാസികൾക്കിടയിൽ സ്പ്രെഡായിപ്പോയി. ദ ന്യൂസ് സ്പ്രെഡ് എമംഗ് ദ വില്ലേജസ്. ന്യൂസ് ആ ഗ്രാമത്തിലുള്ള ആളുകൾക്കിടയിൽ, ഒരുപാട് ആളുകളുണ്ട്, രണ്ടാളുകൾ മാത്രമല്ല പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ സ്പ്രെഡായി എന്നാണ് പറഞ്ഞത്. ദ ന്യൂസ് സ്പ്രെഡ് എമംഗ് ദ വില്ലേജസ്. ഓക്കെ, ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ എമംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം ഈ കൂട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത് രണ്ട് ആളുകൾ, രണ്ട് വസ്തുക്കളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ രണ്ട് ആളുകളും രണ്ട് വസ്തുക്കളും മാത്രം ഉണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ വ്യക്തികളെ പേരെടുത്ത് പറയുകയാണെങ്കിൽ, വ്യക്തികളുടെ പേരെടുത്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അത്തരം സാഹചര്യത്തിൽ നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിക്കാൻ പറ്റും. എപ്പോൾ രണ്ടിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിലും നമുക്ക് പേരെടുത്തിട്ടാണ് ആളുകളെ പറയുന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിറ്റ്വീൻ അവിടെ ഉപയോഗിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കാം. ഇങ്ങനെയാണ് ആ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ദർ ഇസ് എ ഡിസഗ്രിമെൻറ്റ് ഓൺ ദിസ് ഇഷ്യൂ ബിറ്റ്വീൻ രാജു, രോഹിത് ആൻഡ് റീമ. രാജുവിൻ്റെയും റോഹിത്തിൻ്റെയും റീമയുടെയും ഇടയിൽ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ഡിസഗ്രിമെൻറ്റ് ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ദർ ഇസ് എ ഡിസഗ്രിമെൻറ്റ് ഓൺ ദിസ് ഇഷ്യൂ ബിറ്റ്വീൻ രാജു, രോഹിത് ആൻഡ് റീമ. ഇവിടെ രാജു ഉണ്ട്, രോഹിത്തുണ്ട്, റീമയുണ്ട്. 3 പേരാണുള്ളത്. ഈ 3 പേർക്കിടയിൽ എന്ന് പറയാൻ നമ്മളവിടെ എമംഗ് അല്ല ഉപയോഗിച്ചത്, ബിറ്റ്വീനാണ് ഉപയോഗിച്ചത്. ഇതുപോലെ നമ്മൾ പേരെടുത്തിട്ടാണ് പറയുന്നത് എങ്കിൽ അവിടെയും നമുക്കെന്ത് ഉപയോഗിക്കാം? ബിറ്റ്വീൻ ഉപയോഗിക്കാം. അല്ലാത്ത സാഹചര്യങ്ങളിൽ അവിടെ 2 പേരാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബിറ്റ്വീൻ എന്നുള്ള വാക്കും എമംഗ് എന്നുള്ള വാക്കുമാണ് പഠിച്ചത്. ഇതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം എന്ന് പറയുന്നത് ഇടയിൽ എന്നാണ്. പക്ഷേ നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത് രണ്ടാളുകൾ, 2 വസ്തുക്കളൊക്കെ പറയുമ്പോഴാണ്. ചില സാഹചര്യത്തിൽ നമ്മൾ പേരെടുത്ത് പറയുമ്പോൾ 3 ആളുകളുണ്ടെങ്കിലും നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ആളുകളുടെ എണ്ണം പറയുന്നില്ല, ഒരുപാട് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഇടയിൽ, അതിൻ്റെ ഇടയിൽ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എമംഗും ഉപയോഗിക്കാറുണ്ട്. ഇനി ഇത് മനസ്സിലാക്കാനുള്ള ഒരു രസകരമായ, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാണ്. ഇപ്പോൾ ഒരാൾ കുറച്ച് മരങ്ങളുള്ള സ്ഥലത്തൂടെ നടക്കുകയാണ്. പക്ഷേ അയാൾ കൃത്യമായി 2 മരങ്ങൾക്കിടയിലൂടെയാണ് നടന്നു പോകുന്നതെങ്കിൽ നമ്മളവിടെ ഹീ ഈസ് വാക്കിംഗ് ബിറ്റ്വീൻ 2 ട്രീസ്. ഹീ ഈസ് വാക്കിംഗ് ബിറ്റ്വീൻ 2 ട്രീസ്. അവൻ 2 മരങ്ങൾക്കിടയിലൂടെ നടന്നു പോകുന്നു. ഇനി വേണ്ട, ഹീ ഈസ് വാക്കിംഗ് ബിറ്റ്വീൻ ട്രീസ് എന്നാണ് പറയുന്നതെന്ന് വിചാരിക്കുക.
അപ്പോൾ അവൻ കൃത്യമായി 2 മരങ്ങൾക്കിടയിലൂടെ കറക്റ്റായിട്ടാണ് നടന്നു പോകുന്നതാണ് അതിൻ്റെ അർത്ഥം. അവിടെ 2 trees എന്ന് പറയേണ്ട ആവശ്യം പോലുമില്ല. ഹി ഈസ് വാക്കിംഗ് ബിറ്റ്വീൻ ട്രീസ്. അവൻ കൃത്യമായി 2 മരങ്ങൾക്കിടയിലൂടെ നടന്നു പോകുന്നു. ഇനി ഇങ്ങനെയാണ് പറയുന്നത്, ഹി ഈസ് വാക്കിംഗ് എമംഗ് ട്രീസ്. ഹീസ് വാക്കിംഗ് എമംഗ് ട്രീസ് എന്ന് പറഞ്ഞാൽ അവൻ കൃത്യമായി 2 മരങ്ങൾക്കിടയിലൂടെയല്ല നടന്നു പോകുന്നത്. അവൻ ആ തോട്ടത്തിലൂടെ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം. കൃത്യമായ ഒരു സ്പോട്ടൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട് എന്നാണ്. മരങ്ങൾക്കിടയിലൂടെ നടക്കുന്നു എന്നാണ്. അവിടെ 2 മരം എന്നില്ല, പക്ഷേ ബിറ്റ്വീനാണ് പറയുന്നതെങ്കിൽ അവിടെ 2 മരം എന്നുള്ള അർത്ഥം കൂടെ വരും. ഹീസ് വാക്കിംഗ് ബിറ്റ്വീൻ ട്രീസ്. അവൻ 2 മരങ്ങൾക്കിടയിലൂടെ നടന്നു പോകുന്നു. ഹീസ് വാക്കിംഗ് എമംഗ് ട്രീസ്. അവൻ മരങ്ങൾക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്നാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബിറ്റ്വീൻ എമംഗ് പഠിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും